സ്ട്രോക്ക്. This is Hari. Assalamualaikum. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പ്ലെൻഡർ റിവീലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റിവീലിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളെല്ലാം എടുത്ത് വണ്ടി ഒന്ന് എല്ലാവർക്കും വണ്ടിയുടെ ലുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ, ആ ഒരു ചടങ്ങ്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം പരിപാടിക്ക് പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ റമീസിൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോയതായിരുന്നു. ഞാൻ എൻ്റെ മൈക്ക് അവിടെ വെച്ച് മറന്നു, അതെടുക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ ഞാനിതേ വ്ളോഗ് ഓണാക്കിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് തിരക്കിലാണ് പോണേ ഞാൻ, കാരണം എല്ലാവരുടെയും സമയം പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വെത്തപ്പാട് പിടിച്ച് ഇങ്ങനെ പോണേ. അപ്പോൾ അതൊന്നും കാര്യം കണ്ടാൽ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ സംഭവം ഇന്ന് സൺഡേ ആണ്. ആക്ച്വലി ഈ ഒരു പരിപാടി കുറേ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടീൻ്റെ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ റമീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തലേ ദിവസം ഇങ്ങനെ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മൂഞ്ചിപ്പോയി. ഞാൻ ഇന്നലെ വന്നു, ഞാൻ റമീസിൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ. ഇന്ന് രാവിലെ നമ്മുടെ ഹരി മുസമ്മിൽ എല്ലാവരും ഇന്ന് രാവിലെ വന്നു. അപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ വണ്ടി കഴുകൽ, വീഡിയോ ഫോട്ടോ സംഭവം എടുക്കൽ, അതുപോലെ ഫുഡ് കഴിച്ചു. ഇനി നേരെ അങ്ങോട്ട് പോകുന്ന സമയമാണ്. ഏകദേശം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. ഞാനും ആക്ച്വലി അങ്ങോട്ടേക്ക് പോയതാണ്. എന്നിട്ട് ആ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് മൈക്ക് തപ്പിയപ്പോഴാണ് മൈക്ക് മിസ്സിങ് മനസ്സിലായത്. സോ ഞാൻ തിരിച്ചു വന്നു. ഞാൻ വീഡിയോ എടുത്ത ആ ഒരു സ്പോട്ടിൽ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. വീഡിയോ എടുത്ത ശേഷം ഫോട്ടോ എടുത്തു. ആ ഒരു സമയത്താണ് മൈക്ക് മിസ്സായി പോയത്. മൈക്ക് മിസ്സായതല്ല, എൻ്റെ ഓർമ്മയിൽ നിന്ന് മൈക്ക് പോയി കഴിഞ്ഞാൽ 16,000 അങ്ങ് പോയ പോലെ. ഞാൻ ഒരേ വിടലായിരുന്നു തിരിച്ച്. അപ്പോൾ അവന്മാരവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. ഞാൻ ഭയങ്കര ധൃതി പിടിച്ച് പോകുന്നത് പൊട്ടത്തരാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ്. പലപ്പോഴും ധൃതി കൂട്ടുമ്പോൾ അതൊക്കെ പോയി പൊട്ടത്തരത്തിൽ ചാടാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യമായാലും ഇപ്പം ഈ മൈക്ക് അവിടെ വെച്ച് മറക്കാനുള്ള റീസൺ തന്നെ ഒരു ധൃതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് പോകാം. അവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവന്മാർ പോയിട്ടില്ല കേട്ടോ, പെട്രോൾ പമ്പിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. നമ്മുടെ ഹരി, മുസമ്മിൽ, റമീസ് എല്ലാവരും തന്നെ ഉണ്ട്. അയ്യോ, മുസമ്മിലൂടെ ഭാഗ്യത്തിന് കിട്ടിയ ഞാൻ മതിൽമ വെച്ചിക്കേനി. ഇത് നമ്മളെ റമീസ്, ഇത് ഹരിക്കുട്ടൻ. ദിസ് ഈസ് ഹരി. അസ്സലാമലൈക്കും. ഇത് എന്താ പേര് മറന്നുപോയി. അതിനാന് നമ്മളതിനാന്. മറ്റൂടെ മറ്റേ തൂറാൻ പോയി. ഇപ്പൊ വരും. ഞാൻ ടുടു റമീസിന്റെ വണ്ടിന്റെ പോകോക്കിക്ക് എങ്ങനെയുണ്ട്? ഇത് സംഭവം പിസ്റ്റം പിടിച്ചാട്ടോ. പിസ്റ്റം പിടിച്ച് ഓയിൽ ഒലിക്കി നോക്കിക്കേ, കണ്ടണോ? ഞാൻ കാണിച്ചു തരാം, എൻ്റെ വിഷ്വലുണ്ട്. അത്രയ്ക്ക് എന്താ പറയുക, പിസ്റ്റം പണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്പ്ലെൻഡർ, നമ്മൾ 5 പേരായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. നമുക്ക് തിരൂര്, താന്നൂര് ആ ഒരു ഏരിയയിലുള്ള ഒരു ബീച്ചിൽ വെച്ചിട്ടാണ് പരിപാടി. മുമ്പ് റിവീലിംഗ് ഉണ്ടായ സ്പോട്ടിൽ തന്നെ ആയിരുന്നു ആദ്യത്തെ പ്ലാന്. പിന്നെ എല്ലാവർക്കും അതൊരു പഴകിയ പോലുള്ള ഫീലൊക്കെ വന്നപ്പം ആ ഒരു സ്പോട്ട് അങ്ങനെ ആയപ്പം ആ ഒരു സ്പോട്ട് ഒഴിവാക്കി. ഇന്നലെ രാത്രി വരെ ബീച്ചായിരുന്നു പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് കുഞ്ഞമാടം എന്ന് പറയുന്ന മുമ്പത്തെ ഒരു വൈറ്റ് സ്പ്ലെൻഡറിൻ്റെ റിവീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു സ്പോട്ടിലോട്ട് മാറ്റി. അത് തിരിച്ച് ബീച്ചിലോട്ട് തന്നെ മാറ്റി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചിലാണെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. വാവ്, ശബ്ദം കേൾപ്പിച്ചരാം. ഹരിൻ്റെ വണ്ടീൻ്റെ, നമ്മളെ വണ്ടീൻ്റെ സൗണ്ട് ഒന്നുമല്ല കേട്ടോ. ഹരിൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ
ഫൈനലി എന്താ പറയുക കൂട്ടായി ബീച്ച് ആ ഒരു സൈഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ റമീസ് പോലെ ആദ്യമേ ഇവിടെ എത്തിക്കണ്. അപ്പോൾ നമ്മൾ തന്നെ ഉള്ളു ഇനി ബാക്കി എത്താൻ. അങ്ങനെ ഫൈനലി നമ്മളും എത്തിയിരിക്കുന്നു. ബസ്സിലുണ്ട് കേട്ടോ. എപ്പോ വന്നു? നോക്കിയ വണ്ടി കൊണ്ടുവന്ന് നോക്കിയാ മിനിക്കാണ് കൊണ്ടുവന്ന്. ഗൈസ് അപ്പോൾ ഏതാണ് വണ്ടി എന്ന് എനിക്കറിയില്ല കേട്ടോ. മിക്കവാറും ഈ ഒരു കളറായിരിക്കും, കാരണം ഇതാണ് ഒരു വെറൈറ്റി കളറായിട്ട് കാണുന്നത്. ഇതിൽ ഇതുവരെ അങ്ങനെ കാണാത്ത കളറ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ ഒരു പിങ്ക് പോലെയുള്ള ഒക്കെ ഒരു കളറ്. ബാക്കിയുള്ളൊക്കെ ഒരു വിധം കണ്ട് പരിചയമായ ഒരു വണ്ടി പോലെ ഉണ്ട്. മിക്കവാറും അതാവാനാണ് ചാൻസ്. എൻ്റെ വണ്ടിയാണ് ഏറ്റവും കോലം കെട്ട വണ്ടി ഈ ഒരു ഇതിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഞാൻ അങ്ങോട്ട് റമീസിൻ്റെ അടുക്ക് ഓടി ഇങ്ങോട്ട് ഓടി മൊത്തത്തിൽ രപ്പായിരുന്നു വണ്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നാണ് റിവീലിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയ അതിനെ എൻ്റെ ഒരു മതത്തിലൊന്നും നോക്കിയല്ല എന്താ പാട്. ഇതാണ് നമ്മളെ വണ്ടി, അതായത് ഇന്നത്തെ റിവീലിങ്ങിന് വന്ന വണ്ടി ഇതാണ്. എങ്ങനെയുണ്ട്? KL71, എന്താ പറയുക, നിലമ്പൂരാണ്. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മളെ ഹരിക്കുട്ടാ ഒരു ആയാറിന ഇത് റമീസ്. അപ്പോൾ തുണിപ്പൊക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് 1-2 പ്രാവശ്യം ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ്. 2021 മോഡലാണ്. FI ആണ് മെയിനായിട്ട്. അതുപോലെ സെൽഫ് ഉണ്ട്. ഒരു പുതിയ മോഡൽ വണ്ടി ഈ ഒരു പോലത്തേക്ക് ആക്കിയെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കളറാണ്. ഒരു വെറൈറ്റി കളറാക്കിയിട്ടുണ്ട്. ഇതേതാ കളർ? ഇതിൻ്റെ പേരെന്താ കളറിൻ്റെ? നമുക്കറിയാമല്ലോ. എനിക്കിതിൻ്റെ പേരറിയില്ല. എന്തായാലും ഈ ഒരു ടൈപ്പ് കളറാണ്. ഒരു പിങ്കിൻ്റെ ഒരു ലൈറ്റില്ലേ, പക്ക ലൈറ്റില്ലേ, പിങ്ക് വൈറ്റ്, അങ്ങനത്തെ ഒരു ടൈപ്പ് കളറ്. അതുപോലെ എൻജിൻ സൈഡ് ഒക്കെ ഈ ഒരു ഡാർക്ക് കളറാണ്. മറ്റേ ഒരു മാറ്റായിട്ടുള്ളൊരു ഡാർക്ക് കളറ്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ്. ഈ സൈഡ് ഞാൻ കാണിച്ചു തരാം. പെയിൻ കവർ കുറച്ച് ഗ്ലോസ് ഉണ്ട്. അതുപോലെ എൻജിനൊക്കെ കുറച്ച് മാറ്റായിട്ടുള്ള കളറാണ്. എന്തായാലും ഒരു പുതിയ മോഡൽ വണ്ടിയാണ്. FI ആണ് 2021 മോഡൽ. പിന്നെ യൂണിക്കോണിൻ്റെ ഹാൻഡിൽ, അതുപോലെ FZൻ്റെ ഗ്രിപ്പ്, എന്താ പറയുക, ബുള്ളറ്റിൻ്റെ ഈ ഒരു ഹാൻഡിൽ എൻഡ്, വെയിറ്റർ, അതുപോലെ ടിസ്റ്ററിൻ്റെ മൾഗാർഡ്, ഫോർക്ക്, ബൂട്ട്. കോമഡി ഗൈസ്. അതിൻ്റെ ഇടയിൽ ഇവിടെ അടി.